കർത്താവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം വചനത്തിൽ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി. ആ ദൈവത്തെ നാം എങ്ങനെ നോക്കണം, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം എങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം എന്നാണ് ഈ അല്പസമയത്ത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കാണുവാൻ സാധിക്കും പലതരത്തിലുള്ള നോട്ടങ്ങൾ. എങ്ങനെ നോക്കണം, എങ്ങോട്ട് നോക്കണം എന്ന് ദൈവത്തിനെ നമ്മെ വളരെ വ്യക്തമായി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷം എന്ന് പറയുന്നത് പാപികളെ മാനസാന്തരപ്പെട്ട സുവിശേഷം, ഹൃദയങ്ങളിലേക്ക് തുളച്ചു ചെല്ലുന്ന സുവിശേഷം. നാം ആരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ദൈവത്തെ നാം അവൻ്റെ സന്നിധിയിൽ ചെന്ന് ഉയർത്തി അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും തിരഞ്ഞെടുക്കണം. ഈ സുവിശേഷം അറിയിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഇങ്ങനെയാണ്, ദൈവത്തെ പലരും പല വിധത്തിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കും. നമ്മുടെ നോട്ടം എങ്ങനെയാണ്? നാം എങ്ങനെയാണ് നാം നമ്മുടെ കർത്താവിനെ വിശ്വസിക്കുന്നത്? നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനാണ് ഇന്ന് ഈ സായം സന്ധ്യയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. നാം എന്തുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം? ഇവിടെ വചനം ആരംഭിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ എന്തുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം? ഇവിടെ ചിന്തിക്കാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്. ആ ലേഖനത്തിലെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങൾ അതിൻ്റെ താഴോട്ട് എടുത്ത് പറഞ്ഞോട്ട് കാണുവാൻ സാധിക്കും. അതെന്താണത്? യേശുവും അവരെ പോലെ, അതായത് നാം ഓരോരുത്തരെ പോലെയും ജഡരക്തങ്ങളോട് കൂടി ജീവിച്ചവനായിരുന്നു. ആ യേശുവിനെയാണ് ശ്രദ്ധിച്ചു നോക്കണമെന്ന് പറയുന്നത്. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ അവൻ നീക്കി. പാപത്തിന്റെ അന്ധകാര അവസ്ഥയിലായിരുന്ന നമ്മെ അവൻ വിടുവിച്ചു. നമുക്കറിയാമോ, സങ്കീർത്തനം 136-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ വായിക്കുന്നത്? ദൈവം നമ്മെ ഓർത്തു തന്റെ താഴ്ചയിൽ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത് നമ്മുടെ യേശു ക്രിസ്തു നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി, തന്റെ മഹാദയയാൽ നമ്മെ ഉയർത്തുന്നതിന് വേണ്ടി ആ ദൈവത്തെയാണെന്ന് പറയുന്നത്. അവനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നാം അവനെ ശ്രദ്ധിച്ച് നോക്കുവാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? എത്രയോ സുവിശേഷ പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. നാം എല്ലാ ഞായറാഴ്ചകളിലും ചർച്ചിൽ പോകുന്നവരായിരിക്കാം, നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നവരായിരിക്കാം, നിങ്ങൾ പ്രസംഗിക്കുന്നവരായിരിക്കാം, നിങ്ങൾ സാക്ഷ്യം പറയുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തെ യഥാർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ദൈവദിനം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. നാം കടന്നുപോയ സകല പ്രശ്നങ്ങളിലും കൂടെയും അവൻ കടന്നു പോയിട്ടുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന സകല സ്ട്രഗിളുകളും അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, അവനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്കറിയാമോ, ഈ നോക്കുക എന്ന് പറയുന്നത് അവരവർ തന്നെ സ്വമേധയാ ചെയ്യേണ്ട കാര്യമാണ്. ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. എനിക്കിപ്പോ ആ ഏറ്റവും പുറകിരിക്കുന്ന ആ സഹോദരനെ കാണണമെങ്കിൽ ഞാൻ സ്വയമേ നോക്കണം. ആർക്കും പറയാം, ഓ അവരെ നോക്കാൻ, പക്ഷേ ഞാൻ ഹൃദയം കൊണ്ട് വിചാരിക്കണം അവരെ നോക്കാൻ വേണ്ടി. അല്ല, വേറെ ആർക്കും സഹായിക്കാൻ സാധിക്കത്തില്ല. നാം സ്വയമായി തീരുമാനമെടുക്കണം. നാം നമ്മുടെ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ, തൻ്റെ ഓമന കുമാരനെ നാം ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ നാം സ്വയം തീരുമാനമെടുക്കണം. എന്താണെന്നറിയാമോ? അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എത്ര ഭാഗ്യകരമായ അവസ്ഥ പ്രിയ ദൈവമക്കളെ. നാം അവനെ നോക്കുന്നുണ്ടോ? ഇവിടെ വചനത്തിൽ ഞാൻ വായിച്ചിങ്ങനെയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ
കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക, കണ്ണുകൾ ഉയർത്തി നോക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനം 121:1 പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ സഹായം എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നോക്കുന്നത്? നാം 112 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നാം എല്ലാം എന്തെങ്കിലും ആവശ്യം വന്ന ഉടനെ മനുഷ്യരെ ആശ്രയിച്ച് കടന്നു പോകുന്നവരാണ്. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിപ്പിൻ. അതാണ് ഇവിടെ പല സങ്കീർത്തനം പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എൻ്റെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയപ്പോൾ എനിക്ക് സഹായം അവിടെ നിന്ന് വരും. എവിടെ നിന്ന് വരും? സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ശ്രദ്ധിച്ച് നോക്കുവിൻ. അവിടെ നിന്ന് അവൻ നിന്നെ സഹായിക്കും. പിതാവായ ദൈവത്തിൽ നിന്ന് ശക്തിയും മഹത്വവും ഇറങ്ങി വരുന്നു. പുത്രനാം ദൈവത്തിൽ നിന്ന് കൃപയും കരുണയും ഒഴുകുന്നു. പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നിന്ന് ആത്മവരങ്ങളും ഫലവും ഇറങ്ങി വരുന്നു. ഈ 3 സഹായം വരുന്ന പർവ്വതങ്ങളാണ്. ആ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉയർത്തുവിൻ. അല്ലാതെ മനുഷ്യരിൽ ആശ്രയിച്ചാൽ സാധിക്കില്ല, ദൈവത്തിൽ ആശ്രയിപ്പിൻ. അതാണ് ഇവിടെ സുവിശേഷം പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഞാൻ വചനത്തിൽ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ആര് നോക്കണം? കർത്താവിലേക്ക് നോക്കിയവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെയൊക്കെ മുഖം പ്രകാശപൂരിതമായി കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ അതിന് തയ്യാറെടുക്കുന്നുണ്ടോ? ഇന്ന് വൈകിട്ട് ഈ രാത്രി സമയത്ത് ദൈവം നമ്മെ വിളിക്കുകയാണ്. എന്നെ നോക്കൂ പ്രിയ കുഞ്ഞെ, എന്നോട് ശ്രദ്ധ വെക്കൂ, ഈ സുവിശേഷം കേൾക്കുവേ. ഈ രാത്രി നമുക്ക് ലഭിക്കുമെന്ന് അറിയത്തില്ല. ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം ഒരുക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ദൈവത്തെ നോക്കിയവർ വചനം പറയുന്നത് അവർ പ്രകാശിതരായെന്നാണ്. നോക്കിയവർ രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞു തരും. ദൈവത്തിലേക്ക് നോക്കിയവർക്ക് ദയ ലഭിക്കും. നോക്കിയാൽ അത്ഭുതകരമായ ജയവും അസാധ്യവും അവർണ്യമായ ജയവും സാധിക്കുമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. നോക്കുന്നവർക്ക് കൃപയുടെ യഹോവയുടെ ആത്മാവ് ലഭിക്കും. എത്ര ഭാഗ്യകരമാവസ്ഥ! ആ കർത്താവിലേക്ക് നിങ്ങളുടെ നോട്ടം, ശ്രദ്ധ കടന്നു വരണം. ദൈവത്തിൽ പറയുന്നു, കരുതിക്കൊള്ളുവിൻ, ജാഗരിച്ച് നോക്കുക, ലുക്കിംഗ് ഡിലിജന്റലി. കർത്താവിനെ ജാഗരിച്ച് നോക്കുവാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ വിട്ടുമാറാതെ ദൈവത്തിലേക്ക് ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നാം ഒരുങ്ങുക. നാം അതിൽ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ അവർ മരുഭൂമി യാത്രയുടെ ഇടയിൽ പല പ്രാവശ്യം അവർ മിസ്രൈമിലേക്ക് തിരിഞ്ഞു നോക്കി. അവർ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് അവർ പറയുകയാണ്, അയ്യോ ഞങ്ങൾക്ക് മിസ്രൈമിൽ അതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മിസ്രൈമിൽ ഫലപുഷ്ടിയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, ഓ ഞങ്ങളെ ചത്തിരുന്നെങ്കിൽ. പിറുപിറുത്തു. അവർ ആരെങ്കിലും കനാൻ ദേശത്ത് കടന്നോ? അവർ ആരെങ്കിലും സ്വസ്ഥതയിൽ പ്രവേശിച്ചോ? അവർ പറഞ്ഞതുപോലെ അവർക്ക് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളുവേൻ, വളരെ സൂക്ഷിച്ചു കൊള്ളുവേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. മിണ്ടാതിരിപ്പാൻ. ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയട്ടെ, അവൻ തന്റെ സ്വന്തം ഓമനകുമാരനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വൈകുന്നേരം ഇതുപോലൊരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചത്. ആ സുവിശേഷം ഒന്നുകൂടെ അറിയിപ്പാൻ, ആ കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തോടും എനിക്കതാണ് പറയാനുള്ളത്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.